ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് NPCL, അതായത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് സ്റ്റൈപ്പൻഡറി ട്രെയിനി, ഓപ്പറേറ്ററും അതുപോലെ മെയിൻറ്റെയിനർ എന്ന് പറയുന്ന രണ്ട് കാറ്റഗറികളാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ, എലിജിബിലിറ്റി, അതുപോലെ ഏജ് ലിമിറ്റ് തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. 2 ദിവസം മുൻപാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. കാണാം NPCL റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാ നേരെ ഈ പേജിലേക്കാണ് കേട്ടോ വരിക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ല, അതിൻ്റെ അടിയിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിലേക്കാണ് വരിക. നമ്മുടെ വെബ്സൈറ്റ് തന്നെയാണ്. താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ വീഡിയോ, അതായത് നോട്ടിഫിക്കേഷൻ വീഡിയോ ഇവിടെ നിന്ന് കാണാം. ഇല്ല, നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്താണ് ചാനലിൽ നിന്ന് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ കാണുക കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 22 മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് സെപ്റ്റംബർ 11 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. സെപ്റ്റംബർ 11 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. അപ്പോൾ അത് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ വിശദമാക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വീഡിയോ ഒന്നെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് കാണണം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ ലിങ്ക് തരും. അതിൽ ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ ആ നോട്ടിഫിക്കേഷൻ വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഇത് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ അതിൻ്റെ എലിജിബിലിറ്റി, അതിൻ്റെ എന്താണ് മറ്റ് A to Z കാര്യങ്ങൾ, അതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പെർമനന്റ് വേക്കൻസിയാണ്. ഒട്ടനവധി അലവൻസും കാര്യങ്ങളും, 32,550 രൂപ ശമ്പളം, അത് കൂടാതെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഇതാ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഉണ്ടാവും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു NPCL നിങ്ങൾക്ക് ഇവിടെ കാണാൻ NPCLൻ്റെ ലോഗോ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ കാണാൻ പറ്റും. റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് എന്നാണ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 182 വേക്കൻസി പറയുന്ന ഓപ്പറേറ്ററിലും ദെൻ മെയിൻറ്റെയിനറിൽ 115 വേക്കൻസിയാണ്. ടോട്ടൽ 267 വേക്കൻസിയാണ്. നിങ്ങൾക്ക് റിസർവേഷൻ ആ ഒരു കാറ്റഗറി വൈസ് വേക്കൻസികളുടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് വിശദമാക്കാത്തത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ കാണാം. അതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് 69.6K ആയിട്ടുണ്ട്. നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ട്. കാരണം നമ്മളിത് പറയുന്നത് കൊണ്ട് കുറേ ആളുകൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 69, കാരണം അധികം ഇതിൻ്റെ മുൻപ് ഞാൻ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാറില്ലായിരുന്നു. ഇപ്പോൾ ഞാനത് പറയുന്നത് കൊണ്ട് അതിൻ്റെ ഒരു മാറ്റം കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിട്ടു പോകുന്നതായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു അംഗീകാരമാണ്. കൂടുതൽ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാൻ ഒരു താല്പര്യപ്പെടുന്നൊരു വിഷയമാണ്. നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ടും പാടൊന്ന് നമുക്ക് ഇൻക്രീസ് ചെയ്ത് കാണാൻ ആഗ്രഹമുണ്ട്. അതൊരു 100K ആയി വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് NPCL യൂണിറ്റ് ഒക്കെ ഇവിടെ വരും. അപ്പോൾ അത് നമുക്ക് ഈ പറയുന്ന ഡിഫോൾട്ടായിട്ട് അങ്ങനെ തന്നെ വരിക, നമ്മൾ മാറ്റാനോ ഒന്നും കഴിയില്ല. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ കാണിക്കും. അപ്പോൾ രാജസ്ഥാനിലെ ഈ പറയുന്ന രാവത് ബട്ട സൈറ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. പോസ്റ്റ് അപ്ലൈഡ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ പറയുന്ന സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് കാറ്റഗറി സെക്കൻഡ് എന്നുള്ളതാണ് പോസ്റ്റ് വരുന്നത്. അതിൽ തന്നെ വിവിധ എന്താണ് ഡിസിപ്ലിൻ ഉണ്ട്. അതിൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒന്ന് ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, ജസ്റ്റും കാണിക്കാം. നിങ്ങൾക്ക് ഏറ്റവും അടിയിൽ ഓപ്പറേറ്റർ. പിന്നെ വരുന്നത് ഈ പറയുന്ന മെയിൻറ്റെയിനർ ആണ്. മെയിൻറ്റെയിനറിൽ തന്നെ വിവിധ ട്രേഡുകളുണ്ട്. ടേണർ, വെൽഡർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ദെൻ ഇലക്ട്രോണിക്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാറ്റഗറിയാണ് ട്രേഡുകൾ വന്നിരിക്കുന്നത്. ഞാനിവിടെ ഫിറ്ററാണ് ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫിറ്റർ സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിൽ കാറ്റഗറി SC/ST OBC ജനറൽ ഏതാണ് നിങ്ങളുടെ കാറ്റഗറി വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ജനറൽ ആണെങ്കിൽ UR സെലക്ട് ചെയ്യാം. ഓക്കെ, SC/ST OBC അങ്ങനെയുള്ള കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൽ തന്നെ ഡൗൺലോഡ് ഫോം തന്നെ ഇവിടെ കാണാൻ പറ്റും. SC/ST സർട്ടിഫിക്കറ്റിൻ്റെയും OBC ഒക്കെ ഈ പറയുന്ന എന്താണ് നമുക്ക് ആ ഒരു കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതിലുണ്ട്. അപ്പോൾ ആ സെയിം ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ പറയുന്ന അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ പോകുമ്പോൾ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം PWD കാൻഡിഡേറ്റ്സ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നോ നിങ്ങൾ കൊടുക്കാം, ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കട്ടോ. ശാരീരികമായ പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ യെസ് എന്ന് കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമ്മുടെ പേര് SSLC ബുക്കിൽ എങ്ങനെയാണോ നമ്മുടെ പേര് അത് സെലക്ട് ചെയ്യാം. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ ഏതാச்சுം നിങ്ങൾ സെലക്ട് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക നിങ്ങൾ. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോൾ പേജ് എന്ത് ചെയ്യുന്നുണ്ട്, ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സമയം നിങ്ങൾ കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ നാഷണാലിറ്റി സെലക്ട് ചെയ്യാം. ദെൻ ആധാർ നമ്പർ കൊടുക്കാം. ആധാർ നമ്പർ ഉണ്ടേ കൊടുത്താൽ മതി, നിർബന്ധമില്ല. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ഈ പറയുന്ന NPCL വർക്ക് ചെയ്യുന്നവരാണോ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യെസ് എന്ന് കൊടുക്കാം. അല്ലാത്ത നമ്മളിവിടെ നോ കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ,
ദെൻ അടുത്തത് ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഏജ് റിലാക്സേഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ പറയുന്ന 1984 മറ്റ് കലാപമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അവരുടെ ഡിപ്പെൻഡൻ്റ് ആരെങ്കിലും ആണോ എന്നതൊക്കെ നമ്മൾ നോ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ളവർ യെസ് കൊടുക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഈ പറയുന്ന ആക്ഷനിൽ മരണപ്പെട്ട ഡിഫൻസ് പേഴ്സണിൻ്റെ ഡിപ്പെൻഡൻ്റ് മക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ യെസ് കൊടുക്കുക, അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. ഒക്കെ ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്ത് കൊടുക്കുമ്പോൾ നമുക്ക് പേജ് ഇങ്ങനെ റീലോഡ് ആയിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ നമ്മളോട് ചോദിക്കുന്നത് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വനിതകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിന് യെസ് കൊടുത്താൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ NPCL നിങ്ങൾ കരാറടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഫിക്സ്ഡ് ടേം അടിസ്ഥാനത്തിലൊക്കെ വർക്ക് ചെയ്തവരാണെങ്കിൽ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. നമ്മളിവിടെ നോ ആണ് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു യൂസർ നെയിം ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്കതിൻ്റെ അവൈലബിലിറ്റി ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ രാജു 1 2 3 4 5 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അവൈലബിൾ ആണോ നമുക്ക് നോക്കണം. ചെക്ക് അവൈലബിലിറ്റി എന്നുള്ള ഒരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും കേട്ടോ യൂസർ നെയിം നോട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും പാടെ ഇട്ട് കൊടുത്തു നോക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ചെക്ക് അവൈലബിൾ. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഓൺലി ആൽഫബറ്റ് ഡിജിറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, സ്പെഷ്യൽ ക്യാരക്ടർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താണ് 2 നമ്പറും പാടെ ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ അവിടെ ചെക്ക് അവൈലബിലിറ്റി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം യൂസർ നെയിം അവൈലബിൾ എന്ന് കാണാം. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ കൊടുക്കുന്ന യൂസർ നെയിം അവൈലബിൾ ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ യൂസർ നെയിം വെച്ചിട്ടാണ് വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഓർമ്മ വെക്കും വേണം. നിങ്ങൾ കൊടുക്കുന്ന യൂസർ നെയിം നിങ്ങൾക്ക് ഓർത്ത് വെക്കണം. ഇതിന് ഒരു പാസ്വേഡ് നമ്മൾ അതുപോലെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അതേ സെയിം പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ നമ്മൾ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പം ഒരു നമ്പറും ഒരു ആൽഫബറ്റ് ലെറ്ററും ഒരു എന്താണ് സ്പെഷ്യൽ ക്യാരക്ടറും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിന് ഇമെയിൽ ID നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് ഈ ക്യാപ്ച കോഡ് അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക രജിസ്റ്റർ എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ രജിസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ രജിസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പേജ് ലോഡാവും. ഞാൻ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങളിവിടെ രജിസ്റ്റർ എന്ന് കൊടുത്താൽ പേജ് ലോഡായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും, രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. ആ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ന് കഴിഞ്ഞിട്ട് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു പേജ് നിങ്ങൾക്കൂടെ കാണാം. ജസ്റ്റ് കാണിക്കാം. ഈ ഒരു പേജിലേക്ക് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, പേജ് ലോഡായിട്ട് അത് റിഫ്രഷ് ചെയ്ത് ഈ പേജിലേക്ക് തന്നെ പോകും കേട്ടോ. ഇങ്ങനെയാണത് കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ രജിസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പേജ് ലോഡായിട്ട് ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമുക്ക് ഈ പേജിലേക്ക് തന്നെയാണ് വീണ്ടും എത്തിച്ചേരുക. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിനുള്ള ലോഗിൻ ഐഡിയും നമ്മൾ കൊടുത്ത ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം. അതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ രജിസ്റ്റർ എന്ന് കൊടുക്കുമല്ലോ, ആ രജിസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലേക്ക് അവരെന്ത് ചെയ്യും, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മെയിൽ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ ലിങ്ക് വന്നിട്ടുണ്ടാവും കാണാം. മെസ്സേജ് ഫ്രം NPCL കരിയർ എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇതിലായിരിക്കും ടോപ്പിക്കിലായിരിക്കും ഇതിൻ്റെ മെസ്സേജ് വരിക, ആ മെയിൽ വരിക നമ്മുടെ. അപ്പോൾ മെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്താലേ ആക്റ്റീവ് ആവുള്ളൂ. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പോയിട്ട് ലോഗിൻ ചെയ്താൽ അത് നമുക്ക് ലോഗിൻ ആവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മെയിൽ നിങ്ങൾക്ക് വരാൻ ചിലപ്പം കുറച്ച് താമസം പിടിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത ദിവസം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് പിറ്റേന്ന്, അതായത് ചെയ്ത ദിവസത്തിന് പിറ്റേന്നാണ് വന്നതെങ്കിൽ നിങ്ങൾ ആ പിറ്റേന്നൊന്ന് മെയിൽ ഓപ്പൺ ആക്കി നോക്കുക, വന്നിട്ടുണ്ടോ നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ആ ലിങ്ക് ജസ്റ്റ് ഇവിടെ ആക്ടിവേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ഇത് ഇന്നലെ ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇന്നാണ് എനിക്ക് മെയിൽ, ഇന്ന് എപ്പോഴാണ് വന്നതെന്ന് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല ടൈം. ഇന്നലെ കുറേ ലേറ്റ് ആയിട്ടാണ് മെയിൽ വന്നത്, അതുകൊണ്ട് പിന്നെ ഇന്നലെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ കാണാം അക്കൗണ്ട് ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഇനി നമുക്ക് ലോഗിൻ ചെയ്താൽ മതി, ഓക്കെ കൊടുക്കാം. അപ്പോൾ നേരെ ലോഗിൻ പേജിലേക്ക് ലോഡ് ഔട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങളിവിടെ രജിസ്റ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു വെരിഫിക്കേഷൻ ലിങ്ക് അവരയക്കും. പക്ഷേ മെയിലിൽ നമുക്ക് അതേ സമയം തന്നെ കിട്ടിക്കോളണമെന്നില്ല, ചിലപ്പോൾ ഡിലേ ആവും. ഡിലേ ആണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പിറ്റേന്ന്, അതായത് നിങ്ങൾ ചെയ്ത് അപ്പം തന്നെ വെറുതെ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കണമെന്നില്ല, പിറ്റേന്ന് നോക്കിയാൽ മതി. അത് നോക്കുമ്പോൾ നിങ്ങളുടെ മെയിലിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ തന്നെ അതെന്ത് ചെയ്യും, വെരിഫൈ ചെയ്ത് ആക്ടിവേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമുക്ക് ഈ പറയുന്ന ലോഗിൻ പേജിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും വെച്ചാൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ലോഗിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ക്യാപ്ച കോഡ് അടിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ എന്നുള്ള ബട്ടൺ കൊടുക്കുക. അങ്ങനെ ലോഗിൻ കൊടുത്ത സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ലോഗിൻ ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യണമെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യാനുള്ള ബട്ടണൊക്കെ മുകളിലുണ്ട്. അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത പോസ്റ്റ്, നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നമ്മൾ സെലക്ട് ചെയ്ത പോസ്റ്റ് ഇവിടെ കാണാം. നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡറി ട്രെയിനി എന്ന് പറഞ്ഞ ഫിറ്റർ ഇവിടെ കാണാം. ഇനി ഇവിടെ സ്റ്റാറ്റസ് ആണ് കൊടുക്കുന്നുണ്ട്, യു ഹാവ് രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി. നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, ഫോട്ടോ, സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗോ ടു അപ്ലൈ പേജ് എന്നുള്ള ബട്ടൺ ഇവിടെ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം.
അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതാ നമ്മൾ ഓരോരോ ഭാഗങ്ങളാണ് ഇവിടെ കാണിക്കുക. ആദ്യം നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ നേരെ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ക്രോസ് മാർക്ക് ഇവിടെ കാണാൻ പറ്റും റെഡ് കളറിൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും, ആ ഒരു ടിക്ക് ഇങ്ങനെ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓരോ ലിങ്കുകളാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആദ്യം ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമില്ല. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ജസ്റ്റ് ആദ്യം ഇവിടെ ആഡ് ചെയ്യാൻ പോകണം. ആദ്യം നമ്മൾ SSLC ആണ് കൊടുക്കേണ്ടത്. SSLC എന്നുള്ളത് SSC എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യാം. ഇത് SSC എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് 10th മെട്രിക്കുലേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ഇവിടെ കോളേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പഠിച്ച സ്കൂൾ അതിൻ്റെ പേരൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബോർഡ് ഒരു യൂണിവേഴ്സിറ്റി ഇതാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബോർഡ് നമ്മൾ കേരള സ്റ്റേറ്റ് നമ്മുടെ കേരളത്തിലാണ് പഠിച്ചെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണ് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ CBSE ICSE ഒക്കെ പഠിച്ചവരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എന്തിനാണ് ബോർഡ് കൊടുക്കണം. ഓക്കെ, ദെൻ അടുത്ത് നിങ്ങൾ മോഡ് ഓഫ് സ്റ്റഡി ഫുൾ ടൈം ഓർ പാർട്ട് ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം. ഫുൾ ടൈം എന്നുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് മന്ത് ഓർ ഇയർ ഓഫ് എൻറോൾമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു മന്താണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ 10th ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഈ പറയുന്ന ഹൈസ്കൂളിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പഠിച്ചു വരുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മൾ ഈ പാസ് ഔട്ട് ആയ വർഷം ഉണ്ടല്ലോ, അതായത് 10th പാസ് ഔട്ട് ആയ വർഷത്തിൻ്റെ ഒരു വർഷം മുൻപ് കണക്കാക്കി നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. അതായത് അക്കാദമിക് ഇയർ ഇപ്പോൾ ജൂണിലാണല്ലോ തുടങ്ങുക നമുക്ക്. അപ്പോൾ ഞാൻ 2017 പാസ് ഔട്ട് ആയത്. ഇവിടെയാണ് പാസ് ഔട്ട് ആയത് കൊടുക്കേണ്ടത്. ഞാൻ ഇപ്പോൾ 2017 ഇവിടെ പാസ് ഔട്ട് ആയതെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ കാണിക്കാം, 2017 പാസ് ഔട്ടാണ്. 2017 ഞാൻ ഈ പറയുന്ന മെയിലാണ് ഈ പറയുന്ന റിസൾട്ട് വന്നതെന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ ഞാൻ 5/2017 കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു 10ാം ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആ ഒരു ഇത് വെച്ച് കൊടുക്കാം ഏകദേശം എന്നുള്ളത് കേട്ടോ. നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്യൂറേഷൻ വെച്ച് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വർഷത്തെ ഗ്യാപ്പ് വെച്ചിട്ട് ഇവിടെ കൊടുക്കാം. 2017 ഇവിടെ 2016. ഇനി ആവറേജ് പെർസെൻറ്റേജ് ഇവിടെ കൊടുക്കണം. നമ്മൾ ഏകദേശം ഒരു പെർസെൻറ്റേജ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് ശരാശരി പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ SSLCൻ്റെതായതുകൊണ്ട്. ഇനി നിങ്ങൾ പരീക്ഷാ ഭവനിൽ എന്താണ് നിങ്ങൾ കറക്റ്റ് സ്കോർ കാർഡ് വാങ്ങിയാൽ നിങ്ങൾക്ക് കറക്റ്റ് പെർസെൻറ്റേജ് കൊടുക്കാം കേട്ടോ. ഇവിടെ അപ്പോൾ നമുക്ക് ആവറേജേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആവറേജ് പെർസെൻറ്റേജ് എങ്ങനെ കാണാമെന്നുള്ളത് നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾ GOCL എജുലാൻഡ് ഗൂഗിൾ ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം ഈസി ടൂൾ എന്നുള്ള ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് SSLC 10th പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ എന്നായിട്ട് ഈ കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ചും പാടെ അക്യുറേറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് പെർസെൻറ്റേജ് ആക്കി ഗ്രേഡിനെ കൺവേർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് വീഡിയോ ആണ്, അത് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെ ITൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഞാനിപ്പോൾ IT ആണല്ലോ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അതിൽ ഫിറ്ററാണ്. ഞാൻ ഫിറ്ററിലേക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഫിറ്റർ എന്നാണ് നമുക്ക് ഇവിടുന്ന് ഡ്രോപ്പ് ഡൗൺ മെനുവാണ് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മളെ കോളേജ് പഠിച്ച സ്ഥാപനത്തിൻ്റെ പേര് നമ്മൾ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി ഏതാ വെച്ചാൽ അത് കൊടുക്കാം. ദെൻ NCVT ഓർ SCVT അതൊക്കെ ആണെന്ന് അതനുസരിച്ച് കൊടുക്കാം. പിന്നെ ഇവിടെ നിങ്ങൾ ഫുൾ ടൈം ആണ്, ഫുൾ ടൈം എന്ന് കൊടുക്കാം. ദെൻ നിങ്ങൾ എന്ത് ചെയ്യാം, മന്ത് ഇയർ പാസ് ഈ എൻറോൾ ചെയ്ത കോഴ്സ് എൻറോൾ ചെയ്ത ആ ഒരു മന്ത് ഇത് കൊടുക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പാസ് ഔട്ട് ആയതും കൊടുക്കണം. ഇവിടെ പാസ് ഔട്ട് ആയതും നമ്മൾ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ എത്ര വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ചും പാടെ ഡീറ്റെയിൽസ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എക്സ്ട്രാ അതിൻ്റെ കൂടെ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ITIൻ്റെ റിസൾട്ട്, അതായത് ഫൈനൽ മാർക്ക് ഷീറ്റിൽ ITIൻ്റെ ഫൈനൽ മാർക്ക് ഷീറ്റിന് ഇഷ്യൂ ചെയ്ത ഡേറ്റോ അതുപോലെ ഉണ്ടാവും, സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. ആ ഫൈനൽ ITIൻ്റെ മാർക്ക് ഷീറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റോ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റോ അത് നമുക്ക് അതിലുണ്ടാവും. കാണിക്കും നിങ്ങൾക്ക് ആ റിസൾട്ട് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലുണ്ടാവും, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഉണ്ടാവും. അത് നമ്മളിവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡേറ്റും മന്തും ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് 10ാം ക്ലാസ്സിൽ, അതായത് നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ നമ്മുടെ മാത്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജ് ആണ്. ഇതൊക്കെ ഞാൻ നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ എലിജിബിലിറ്റിയിൽ പറഞ്ഞതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് എന്താണ് പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണണം, എന്നാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ 10ാം ക്ലാസ്സിൽ നമുക്ക് സയൻസ് സബ്ജക്റ്റുകളിൽ കിട്ടിയ പെർസെൻറ്റേജ് ആണ് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമുക്ക് എടുക്കാം. 3 കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അല്ല അപ്പം നമുക്ക് സയൻസ് നട്ട് ഒരു സബ്ജക്റ്റ് അല്ലല്ലോ. അപ്പോൾ നമുക്ക് സയൻസിൽ നമുക്ക് ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും വരുന്നുണ്ട്. അപ്പോൾ അവർ പ്രത്യേകമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. സയൻസ് എന്നാണ് പറയുന്നത്, സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അത് 3 പാടെ കൂട്ടിയിട്ട് ഒരു ആവറേജ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഇതിനടുത്ത് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് 10ാം ക്ലാസ്സിലോ അതല്ലെങ്കിൽ +2 ലെവലിലോ നിങ്ങൾ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിവിടെ യെസ് എന്ന് കൊടുക്കുക. അങ്ങനെ പഠിക്കണം എന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല. അത് യെസ് എന്ന് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് അതിൽ പറയുന്നുണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നിർബന്ധമല്ല. നമ്മൾ മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ അത് നമ്മൾ എത്രയാണ്
എത്രയാണ് നിങ്ങളുടെ ഹൈറ്റ് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിട്ട് കൊടുക്കാം. അത് വെയിറ്റ് നിങ്ങൾ എത്ര മിനിമം ഉണ്ട് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയാണ്. അത് നിങ്ങൾ കിലോഗ്രാംസിലാണ് വെയിറ്റ് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ലിറ്ററസി, കമ്പ്യൂട്ടർ ലിറ്ററസിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ഇട്ട് കൊടുക്കാനാണ്. നിങ്ങൾക്ക് MS വേർഡ് അറിയെങ്കിൽ, മൈക്രോസോഫ്റ്റ് വേർഡ് അറിയെങ്കിൽ ഡീൽ ചെയ്യണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എക്സൽ അറിയെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാം ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇമെയിൽ മാനേജ്മെൻറ്റ്, ഇൻ്റർനെറ്റ് ഓപ്പറേഷൻസ് എന്തൊക്കെ അറിയിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പവർ പോയിൻ്റ് ഇതൊക്കെ അറിയെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും മറ്റെന്തെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ എക്സ്ട്രാ കാര്യങ്ങൾ അറിയണമെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അത് മെൻഷൻ ചെയ്യാം കേട്ടോ. അതേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് എക്സ്ട്രാ കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേറെ അതർ ക്വാളിഫിക്കേഷൻസിൽ നിങ്ങൾക്ക് എന്താണ് വേറെ എന്തെങ്കിലും ഹയർ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, അതിൻ്റെ ഈ പറയുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഞാനിവിടെ സേവ് ആൻഡ് പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം. അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. ദെൻ അടുത്ത സ്റ്റെപ്പാണ് ഇനി വന്നിരിക്കുന്നത്. ഇവിടെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് ആണ്. ആ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് യാതൊരുവിധ എക്സ്പീരിയൻസ് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വീണ്ടും കൊടുക്കണമെങ്കിൽ ആഡ് ന്യൂ റോ എന്നുള്ള ബട്ടൺ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഫ്രഷറായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സേവ് ആൻഡ് പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അടുത്ത നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇവിടെ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, അതുപോലെ തന്നെ നിങ്ങൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ള സിംഗിൾ ആണ് സിംഗിൾ എന്ന് കൊടുക്കുക. ദെൻ റിലീജിയൻ നിങ്ങൾ ഏതാണ്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഏതാச்சுം നിങ്ങൾ അതനുസരിച്ച് കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ മാതൃഭാഷ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മലയാളത്തിലുണ്ടാവും. ഒക്കെ ഇവിടെ മലയാളം എന്നുള്ള സെലക്ട് ചെയ്യാം നമ്മൾ. ദെൻ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, ഡൊമസൈൽ സ്റ്റേറ്റ്, നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്നുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്യാം നമ്മൾ, കേരള. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ, നമ്മൾ കേരളത്തിൽ എവിടെയെങ്കിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ യെസ് എന്ന് കൊടുക്കാം. യെസ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ എന്ത് കൊടുക്കണം, രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, എന്നിട്ട് ആ ഏത് എംപ്ലോയ്മെൻറ്റ്, ഇപ്പോൾ കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്നുള്ള ഏതാച്ചാൽ അത് കൊടുക്കട്ടെ, അതിൻ്റെ പേര് കൊടുക്കാം. ഏത് സ്റ്റേറ്റിലാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്നുള്ള ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം കേട്ടോ നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി നോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഭാഗങ്ങൾ എനിക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. അടുത്ത നമ്മൾ കൊടുക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. ഇവിടെ കറസ്പോണ്ടൻസ് അഡ്രസ്സ് എന്നുള്ളത് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ 2 അഡ്രസ്സ് ഉണ്ടായിരിക്കും, കാരണം നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും അത് തന്നെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഇവിടെ സെയിം ആസ് എന്നുള്ള ഓപ്ഷൻ്റെ മുകളിൽ അത് ടിക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റായിട്ട് അങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ടൈപ്പ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളത് പ്രോപ്പറായിട്ട് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, കുഴപ്പമില്ലല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുത്തു, അതുതന്നെയാണ് എൻ്റെ പെർമനൻറ്റ് അഡ്രസ്സെങ്കിൽ ഞാൻ ഇവിടെ സെയിം ആസ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ അത് കോപ്പി ആയിട്ടുണ്ട്. വീണ്ടും അത് റീടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അടിച്ചാൽ അതിൻ്റെ പേര് കൊടുക്കുക. കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഏതാണ് നിങ്ങളുടെ സമയത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അടിച്ചാൽ പേര് അടിച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ NPCL അല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയിലൊക്കെ ആരെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. യെസ് എന്ന് കൊടുത്താൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ഫില്ല് ചെയ്യേണ്ടത്. ഇത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നെക്സ്റ്റ് അടിച്ച് പോവാട്ടോ. ഞാനിതൊന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഞാനിവിടെ സേവ് ആൻഡ് പ്രൊസീഡ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റേജ് നമുക്ക് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോട്ടോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ അൺആക്സെപ്റ്റബിൾ ഫോട്ടോ ആയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്ലിയർ ഉണ്ടായിരിക്കണം. 5.8 സെൻറ്റിമീറ്റർ എങ്കിൽ 240 പിക്സൽ അതിൻ്റെ പിക്സൽ സൈസ് ഉണ്ടായിരിക്കണം. 150 പിക്സൽ എന്താണ് വിടുത്തും 250 ഹൈറ്റും ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ രീതിയിലൊന്നും ഫോട്ടോ എടുത്താൽ അത് ആക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫോട്ടോ എഡിറ്റിംഗ് ടൂളും നമ്മുടെ സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഈസി ടൂളിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോട്ടോ എഡിറ്റർ എന്നുള്ള ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ഫയലിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഫോട്ടോസിന് എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിൽ, നിങ്ങൾക്ക് പറ്റുന്നല്ല ഈ പറയുന്ന രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോ നമുക്ക് ഡയമെൻഷനൊക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, ഒരു മിനിറ്റ് ജസ്റ്റ് എടുക്കട്ടെ. നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഞാൻ വെറുതെ എടുക്കുകയാണ്. ഒരു ഫോട്ടോ എടുത്തോ. അപ്പോൾ ഇവരിവിടെ നമുക്ക് തന്നിരിക്കുന്ന ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആ ഒരു ഫോമാറ്റിൻ്റെ 240 ഹൈറ്റും 240 ഹൈറ്റാണ്. അപ്പോൾ ഇവിടെ ഹൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, 240 ഇട്ട് കൊടുക്കുക. 240 150 വിടുത്താണ് വരുന്നത്, 150 വിടുത്ത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡയമെൻഷൻ. ഇനി അതിൻ്റെ ഫയൽ സൈസ് മാക്സിമം എത്ര വേണം എന്നുള്ളത് നോക്കട്ടെ. മിനിമം 10 KB, മാക്സിമം 50 KB ആണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ മാക്സിമം 50 KB ആണല്ലോ വേണ്ടത്. ഓക്കെ, ഞാനിവിടെ 50 ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഡൗൺലോഡ് എന്ന് കൊടുക്കുകയാണ്.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 36.5 KB എന്നുള്ളത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ മിനിമം 10 മതി, മാക്സിമം 50 KB ആണ്. 50 KB കൂടാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. ഇവിടെ ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഡൗൺലോഡിൽ അത് വന്ന് റീസൈസ് ഇമേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓപ്പൺ എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഓപ്പൺ എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫയൽ നെയിമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കണം, ഫയൽ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫോട്ടോ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് മെസ്സേജ് വരും. അത് നോക്കണം നിങ്ങൾ. ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതാ കറക്റ്റ് ആ ഒരു ഇതിൽ ഫോട്ടോ വരും, നല്ല ക്ലിയർ ആണെന്നൊക്കെ നോക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സിഗ്നേച്ചർ ഇതുപോലെ അപ്ലോഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും ഫയൽ സൈസ് ക്ലിയർ ചെയ്യാം. അക്സെപ്റ്റബിൾ സിഗ്നേച്ചറിൻ്റെ ഇത് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ. ഓക്കെ, 20 KB കൂടാൻ പാടില്ല കേട്ടോ ഫയൽ സൈസ്. ഈ ഒരു രീതിയിലായിരിക്കണം സിഗ്നേച്ചർ. അതും നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ ആ ടൂൾ ഇട്ടിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് വെക്കാവുന്നതാണ്. അതിൻ്റെ പിക്സൽ മിനിമം പറയുന്നത് ഈ പറയുന്നത് 80 to 200 അറ്റ്ലീസ്റ്റ് ആ ഒരു പിക്സൽ ഉണ്ടായിരിക്കണം കേട്ടോ. 80 to 200 അല്ലെങ്കിൽ ഈ പറയുന്ന 160 x 500 എന്ന് പറയുന്ന ആ ഒരു പിക്സൽ മാക്സിമം. മിനിമം ആണ് പറയുന്നത് 80 to 200. അപ്പം 80 to 200 കൊടുത്താൽ മതി നിങ്ങളെ ഡയമെൻഷൻ. ഞാനിവിടെ ബ്രൗസ് ചെയ്ത് ജസ്റ്റ് അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ആ ടൂൾ തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്തു തരാം നിങ്ങൾക്ക്, എന്നാലേ കുറച്ചും കൂടെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. ഞാൻ അടുത്തത് സെലക്ട് ഫയൽ എടുക്കുന്നു. ഞാനിവിടെ സിഗ്നേച്ചർ, ഏതെങ്കിലും ഒരു സിഗ്നേച്ചർ ഇവിടെ എടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ അക്സെപ്റ്റബിൾ ഡയമെൻഷൻ നമുക്ക് 80 x 200 ആണ്. 80 x 200, അതായത് 80 എന്ന് പറയുന്നത് 80 എന്ന് പറയുന്നത് ഹൈറ്റാണ്. 80 ഹൈറ്റാണ് വരിക, 200 അതിൻ്റെ വിടുത്താണ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാം. നിങ്ങൾക്ക് സിഗ്നേച്ചറിൻ്റെ ഡയമെൻഷൻ ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് മാക്സിമം 20 KB വരെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം 20 ഇട്ട് കൊടുക്കാം, ഡൗൺലോഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം 5.5 KB അത് ഡൗൺലോഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് ഞാൻ കാണിക്കാം. ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, റീസൈസ് ഇമേജ്. ഓക്കെ, 6 KB വന്നിരിക്കുന്നത്. അപ്ലോഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം സിഗ്നേച്ചർ അപ്ലോഡ് സക്സസ്ഫുള്ളി. ഓക്കെ കൊടുക്കാം. അപ്പോൾ സിഗ്നേച്ചറോടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. നിങ്ങൾക്കൂടെ കാണാം ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, നമ്മുടെ പ്രിവ്യൂസ് ആണ്. അതായത് ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ എന്താണ് കറക്റ്റ് ആണോ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വായിച്ച് നോക്കുക. നിങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ പറയുന്ന ഡിക്ലറേഷൻ ഒക്കെ നോക്കുക. അതൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം ഇവിടെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. അങ്ങനെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഫീ അടയ്ക്കാനുള്ളവർക്ക് ഫീ അടയ്ക്കാം, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. ഫീ റിലാക്സേഷൻ ഉള്ളവർക്ക് എന്താണ് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ വരും, അല്ലാത്തവർക്ക് നേരെ ഫീ പേയ്മെൻറ്റിലേക്കാണ് പോകുക. അപ്പോൾ നമ്മളിവിടെ ഒരു ആപ്ലിക്കേഷൻ വെറുതെ സബ്മിറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഇത് ഡെമോ ചെയ്യുന്ന വെറുതെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അത് അവരുടെ എന്താണ് അവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പ് ഒക്കെ ചിലപ്പോൾ അവർ നമ്മളെ വിളിക്കേണ്ടി വരും, ഫീ അടയ്ക്കോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കാര്യങ്ങളൊക്കെ ചിലപ്പം വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്ത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇനി ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഫീ അടയ്ക്കാനുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഫീ ഒക്കെ ആർക്കൊക്കെയാണ് ബാധകം എന്നൊക്കെ നോട്ടിഫിക്കേഷൻ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം, ഫീൻ്റെ അതിലേക്കായിരിക്കും പോകുക. അപ്പോൾ ഫീ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് വെക്കാം. ഇനി ഫീ അടയ്ക്കാൻ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആവുകയും നിങ്ങൾക്ക് അത് പ്രിൻ്റ് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത്തരം നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക് യു.